നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കാസർഗോഡ് ജില്ലയുടെ പുതിയ പോലീസ് മേധാവി വിജയഭാരത് റെഡ്ഡി. മാറ്റം തിരുവനന്തപുരം സിറ്റി ഡെപ്യൂട്ടി കമ്മീഷണറായി സേവനമനുഷ്ഠിക്കുന്നതിനിടെ. സീതാങ്കുളി സർക്കാർ ഉന്നതിയിലെ വീടുകളിൽ താമസം മറുനാടൻ തൊഴിലാളികൾ. വീടുകൾ വാടകയ്ക്ക് നൽകി ഉടമസ്ഥർ മാറിയത് പരിസര പ്രദേശങ്ങളിലെ ക്വാർട്ടേഴ്സുകളിലേക്ക്. കാസർഗോഡ് കണ്ണൻ പാട്ടാളിയുടെ സ്മാരക മന്ദിരം ഉദ്ഘാടനം ചെയ്തു. ഭാവഭാരതി പുരസ്കാരവും സമർപ്പിച്ചു. വഖഫ് ഭേദഗതി ബില്ല് പിൻവലിക്കണമെന്ന ആവശ്യം. മഞ്ചേശ്വരത്ത് വഖഫ് സംരക്ഷണ സമിതി 25-ന് സമരം സംഘടിപ്പിക്കും. മധൂർ ശ്രീ മദനന്തേശ്വര സിദ്ധിവിനായക ക്ഷേത്ര വാർഷിക മഹോത്സവത്തിന് സമാപനം. ഫ്യൂഷൻ തിരുവാതിര ശ്രദ്ധേയമായി. മയക്കുമരുന്ന് ഉപയോഗത്തിനെതിരെ ബോധവൽക്കരണവുമായി കാസർഗോഡ് ജില്ലാ പ്രവാസി അസോസിയേഷൻ ഖത്തർ. 26-ന് ബോവിക്കാനത്താണ് പ്രത്യേക ബോധവൽക്കരണ പരിപാടി. വാർത്തകൾ വിശദമായി. കാസർഗോഡ് ജില്ലയുടെ പുതിയ പോലീസ് മേധാവിയായി വിജയഭാരത് റെഡ്ഡിയെ നിയമിച്ചു. നിലവിലെ ജില്ലാ പോലീസ് മേധാവിയായിരുന്ന ഡി ശില്പ 5 വർഷത്തെ ഡെപ്യൂട്ടേഷനിൽ CBIയിലേക്ക് പോകുന്ന ഒഴിവിലേക്കാണ് ഈ നിയമനം. വിജയഭാരത് റെഡ്ഡി നിലവിൽ തിരുവനന്തപുരം സിറ്റി ഡെപ്യൂട്ടി കമ്മീഷണറായി സേവനമനുഷ്ഠിക്കുകയാണ്. 2019 ബാച്ചിലെ ഇന്ത്യൻ പോലീസ് സർവീസ് ഉദ്യോഗസ്ഥനാണ് വിജയഭാരത് റെഡ്ഡി. ഗാന്ധിനഗറിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലാണ് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. ടെലികോം SP ആയിരുന്നു മുൻപ്. തിരുവനന്തപുരം സിറ്റി ലോ ഓർഡർ, ട്രാഫിക് ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫ് പോലീസ് എന്നീ നിലകളിലും വിജയഭാരത് റെഡ്ഡി പ്രവർത്തിച്ചിട്ടുണ്ട്. മറുനാടൻ തൊഴിലാളികൾക്ക് വീടുകൾ വാടകയ്ക്ക് നൽകി സർക്കാർ ഉന്നതിയിലെ വീട്ടുകാർ പരിസര പ്രദേശങ്ങളിലെ ക്വാർട്ടേഴ്സുകളിൽ താമസമെന്ന് ആക്ഷേപം. സീതാങ്കുളയിലെ രാജീവ് ഗാന്ധി ലക്ഷം വീട് സർക്കാർ ഉന്നതിയിലെ 7 വീടുകളാണ് മറുനാടൻ തൊഴിലാളികൾക്ക് വാടകയ്ക്ക് താമസിക്കുന്നതിനായി വിട്ടു നൽകിയത്. 1990കളിലാണ് സീതാങ്കോളി കുമ്പള റോഡരികിൽ സർക്കാർ ഉന്നതിയിൽ 20 വീടുകൾ പണിതത്. 2 സെന്റും വീടുമാണ് അന്ന് അനുവദിച്ചത്. വീടുകളിലേക്ക് ആവശ്യമായ വെള്ളം, വൈദ്യുതി, റോഡുകൾ എന്നിവയും അന്ന് ഒരുക്കിയിരുന്നു. ഈ വീടുകളിലെ 3 വീടുകൾ അറ്റകുറ്റപ്പണികൾ നടത്താത്തതിനാലും താമസക്കാരില്ലാത്തതിനാലും നശിച്ചു. ഒരു വീട്ടിൽ തന്നെ 12ഓളം പേർ താമസിക്കുന്നുവെന്നാണ് സർക്കാർ ഉന്നതിയിൽ അവശേഷിക്കുന്ന വീടുകളിലെ താമസക്കാർ പറയുന്നത്. വീടുകളിലെ യഥാർത്ഥ താമസക്കാർ മെച്ചപ്പെട്ട സൗകര്യങ്ങളുള്ള സീതാങ്കോളിയിലെയും പരിസര പ്രദേശങ്ങളിലെയും വാടക ക്വാർട്ടേഴ്സുകളിലേക്ക് ചേക്കേറിയതായും ഇവർ പറയുന്നു. 4-5 പേർക്ക് താമസിക്കുവാൻ കഴിയുന്ന വീടുകളിൽ 12 പേർ താമസിക്കുമ്പോഴുണ്ടാകുന്ന ബഹളമുൾപ്പെടെയുള്ള കാരണങ്ങളാലാണ് യഥാർത്ഥ താമസക്കാർ ഇവിടെ നിന്ന് മാറിയതെന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. സർക്കാർ ഉന്നതിയുടെ പൊതുവായ സൗഹൃദാന്തരീക്ഷത്തെയും ആളുകളുടെ എണ്ണത്തിലെ വർധന ബാധിക്കുന്നതായി പറയുന്നു. മറുനാടൻ തൊഴിലാളികൾ നൽകുന്ന വാടക തുകയ്ക്കൊപ്പം കുറച്ചുകൂടി തുക കൂട്ടിയാൽ വാടക ക്വാർട്ടേഴ്സിന്റെ മാസവാടക നൽകാം. തൊഴിലുടമകളാണ് ഏജന്റുമാർ മുഖേന ഇത്തരം വീടുകൾ മറുനാടൻ തൊഴിലാളികൾക്ക് വാടകയ്ക്കായി ഏറ്റെടുക്കുന്നത്. ഏജന്റുമാർ തൊഴിലാളികളിൽ നിന്നും കൂടുതൽ തുക ഈടാക്കുന്നതായും ആക്ഷേപമുണ്ട്. പല വീട്ടിൽ പല സൈസ്. ഒരേ വീട്ടിൽ 3.5 സെൻറ്റും ഉണ്ട്, ചിലത് 2 ഇല്ലതും ഉണ്ട്, 2.5 ഇല്ലതും ഉണ്ട്. അതിനേക്കാളും കൂടുതലില്ല. എനിക്ക് എൻ്റെ അറിവിൽ ഞാൻ പറയുന്നത് എങ്ങനെ അറിഞ്ഞത്, മുമ്പ് എന്തുമില്ലായിരുന്നു. ഇപ്പോൾ കുറച്ച് റീച്ച് പാർട്ടിയായി. അതുകൊണ്ട് ഇത് വേണ്ടാന്നുള്ള ഒരു ഉദ്ദേശത്തിനായിരിക്കും തോന്നുന്നു എനിക്ക്. പിന്നെ നമുക്കൊന്നും എന്തെന്ന് അറിയില്ല. ഇപ്പോൾ കുറേ ആളെല്ലാം ദുബൈക്കെല്ലാം പോയിട്ട് പണമായിട്ട് പറയാനുള്ള വീട് കെട്ടിയ ആളും ഉണ്ട്. ഒരാൾ വാടകയ്ക്ക് ഇരുന്ന ആളും ഉണ്ട്. അത് പറയാൻ പറ്റില്ല. അതായത് കെട്ടാൻ ജാഗ എടുത്തിട്ടുണ്ടോ അത് നമുക്കറിയില്ല. സർക്കാർ ഉന്നതിയിലെ വീടുകൾ മറുനാടൻ തൊഴിലാളികൾക്ക് നൽകുന്നതുമായി ബന്ധപ്പെട്ട് കുമ്പള പോലീസ് സ്റ്റേഷനിലും പുത്തികെ ഗ്രാമപഞ്ചായത്തിലും പരാതി നൽകിയതായി ഉന്നതിയിലെ മറ്റ് താമസക്കാർ അറിയിച്ചു. സംഭവം ശ്രദ്ധയിൽപ്പെട്ടിരുന്നുവെന്നും ബന്ധപ്പെട്ടവരെ അറിയിച്ചുവെന്നും പുത്തികെ ഗ്രാമപഞ്ചായത്ത് അംഗം കാവ്യശ്രീ പറഞ്ഞു. മറുനാടൻ തൊഴിലാളികൾ താമസിക്കുന്നതുമായി ബന്ധപ്പെട്ട് പരാതി ലഭിച്ചുവെന്നും സംഭവത്തിൽ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും പുത്തികെ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി നാരായണ നായിക് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കണ്ണൂർ സർവകലാശാല ചോദ്യപേപ്പർ ചോർച്ചയിൽ സമഗ്ര അന്വേഷണവും കുറ്റക്കാർക്കെതിരെ കർശന നടപടിയും സ്വീകരിക്കണമെന്ന് SFI. ചോദ്യപേപ്പർ ചോർച്ച ഗൗരവകരവും ആശങ്കാജനകവുമാണ്. പരീക്ഷ നടത്തിപ്പിൽ കാര്യക്ഷമത ഉറപ്പാക്കണമെന്നും SFI കാസർഗോഡ് ജില്ലാ നേതാക്കൾ ആവശ്യപ്പെട്ടു. കഴിഞ്ഞ ദിവസമാണ് കാസർഗോഡ് പാലക്കുന്നിലെ ഗ്രീൻവുഡ്സ് കോളേജിൽ BCA 6ാം സെമസ്റ്റർ പരീക്ഷാ ചോദ്യപേപ്പർ ചോർന്നത്. കഴിഞ്ഞ ദിവസമാണ് കണ്ണൂർ സർവകലാശാലയിലെ BCA 6ാം സെമസ്റ്റർ പരീക്ഷയെ ബന്ധപ്പെട്ടുകൊണ്ട് പാലക്കുന്ന് ഗ്രീൻവുഡ്സ് കോളേജിൽ ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്ന ഒരു വാർത്ത കടന്നു വരുന്നത്. ഈ വാർത്തയുമായി ബന്ധപ്പെട്ടുകൊണ്ട് SFI പരിശോധിച്ചപ്പോൾ ബന്ധപ്പെട്ട
യൂണിവേഴ്സിറ്റിയുടെ സ്ക്വാഡ് അവിടെ പരിശോധന നടത്തി യൂണിവേഴ്സിറ്റിയാണ് ഒടുവിൽ അത്തരമൊരു ക്വസ്റ്റ്യൻ ചോർന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തിരിച്ചറിഞ്ഞത്. എന്നാൽ ഇന്നലെയോടുകൂടി ഈ വാർത്ത മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്ത ഘട്ടത്തിൽ വലതുപക്ഷ വിദ്യാർത്ഥി പ്രസ്ഥാനം MSFും KSUവും എല്ലാം തന്നെ ഇന്ന് യൂണിവേഴ്സിറ്റിയിലേക്ക് മാർച്ച് നടന്നൊരു സാഹചര്യം ഉണ്ടായി. വിഷയത്തെ വളച്ചൊടിക്കാൻ വേണ്ടിയിട്ട് യൂണിവേഴ്സിറ്റിയുടെ മേലിലേക്ക് ആണ് ക്വസ്റ്റ്യൻ ചോർന്നതെന്ന് ധരിപ്പിക്കുന്നതിന് വേണ്ടി ആവശ്യമായിട്ടുള്ള ഇടപെടൽ MSFിൻ്റെയും KSUവിൻ്റെ ഭാഗത്ത് സമരാഭാസം ഇന്ന് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലേക്ക് നടന്നിരിക്കുകയാണ്. നിലവിൽ ഗ്രീൻവുഡ് മാനേജ്മെൻറ്റിനെ സംരക്ഷിക്കാൻ വേണ്ടി ആവശ്യമായിട്ടുള്ള ഇടപെടലാണ് MSFിൻ്റെയും KSUവിൻ്റെയും ഭാഗത്തുനിന്നുണ്ടാകുന്നത്. കുറ്റക്കാരായിട്ടുള്ള ഒരു ക്യാമ്പസ് മാനേജ്മെൻറ്റിനെ സംരക്ഷിച്ചുകൊണ്ട് എല്ലാ വിഷയവും ബന്ധപ്പെട്ട യൂണിവേഴ്സിറ്റിയാണ് നടത്തിയത്, ഉന്നത വിദ്യാഭ്യാസ മേഖലയാകെ തകരാറിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്നൊരു സമീപനമാണ് ഇന്ന് MSFും KSUവും സ്വീകരിച്ചിട്ടുള്ളത്. SFIക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒറ്റ കാര്യമാണ് പറയാനുള്ളത്. കോളേജിൽ നിന്നാണ് ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്നത് എന്നുള്ളത് പ്രഥമ ദൃഷ്ട്യാ തെളിഞ്ഞതാണ്, അവിടുത്തെ വിദ്യാർത്ഥി ഉൾപ്പെടെ നേരത്തെ പറഞ്ഞതുമാണ്. എന്നാൽ ആ ചോർച്ചയ്ക്ക് നേതൃത്വം കൊടുത്ത അധ്യാപകനെതിരെ ആരാണോ അതിന് നേതൃത്വം കൊടുത്തത് അവർക്കെതിരെ കർശനമായിട്ടുള്ള നടപടി ഉണ്ടാവണം. ഇത്രയും നാൾ വിദ്യാർത്ഥികൾ പഠിച്ച് പരീക്ഷ എഴുതുന്നതാണ്. ആ വിദ്യാർത്ഥികളുടെ ഒരു പ്രയാസത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ കൃത്യമായ നടപടി യൂണിവേഴ്സിറ്റിയും സ്വീകരിക്കണം, ബന്ധപ്പെട്ട മാനേജ്മെൻറ്റും സ്വീകരിക്കണമെന്നാണ് SFI പറയാനുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഇടപെടലും വരും ദിവസങ്ങൾ നടക്കുന്നില്ലെങ്കിൽ കോളേജിലേക്ക് തന്നെ വലിയൊരു മാർച്ചിനാണ് SFI നേതൃത്വം കൊടുക്കാൻ വേണ്ടി പോകുന്നത് എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൂചിപ്പിക്കാനുള്ളത്. കാസർകോട്ട് കണ്ണൻ പാട്ടാളിയുടെ സ്മാരക മന്ദിരം ഉദ്ഘാടനം ചെയ്തു. ഭാവഭാരതി പുരസ്കാരവും സമർപ്പിച്ചു. വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി വിവിധ വിഷയങ്ങളിൽ സെമിനാർ സംഘടിപ്പിക്കും. നാട്യരത്നം കണ്ണൻ പാട്ടാളി കഥകളി ട്രസ്റ്റിനായി പുതുതായി നിർമ്മിച്ച മന്ദിരവും ആംഫ്രി തിയേറ്ററും നാടിന് സമർപ്പിച്ചു. ഉദുമ MLA CH കുഞ്ഞമ്പു വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ YV കണ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. സാംസ്കാരിക സമ്മേളന ഉദ്ഘാടനവും ഭാവഭാരതി പുരസ്കാരവും മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ നിർവഹിച്ചു. ട്രസ്റ്റ് പുതുതായി നിർമ്മിച്ച തിയേറ്റർ നസീർ വെള്ളിയിൽ തുറന്നു നൽകി. വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി വിവിധ വിഷയങ്ങളിൽ സെമിനാർ സംഘടിപ്പിക്കുന്നുണ്ട്. ഞായറാഴ്ച സമാപന സമ്മേളനവും ട്രസ്റ്റ് നൽകി വരുന്ന നാട്യാചാര്യ പ്രതിഭാ പുരസ്കാരവും മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ നൽകും. മുസ്ലിം ജമാഅത്ത് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ആദർശ സമ്മേളനത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കോട്ടപ്പുറത്ത് നടക്കുന്ന സമ്മേളനം AP അബ്ദുള്ള മുസ്ലിയാർ മാണിക്കോത്ത് ഉദ്ഘാടനം ചെയ്യും. മുസ്ലിം ജമാഅത്ത് സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിക്കുന്ന ആദർശ സമ്മേളന ഭാഗമായി കാഞ്ഞങ്ങാട് സോൺ കമ്മിറ്റി മനുഷ്യർക്കൊപ്പം എന്ന ശീർഷകത്തിൽ ഞായറാഴ്ച കോട്ടപ്പുറത്ത് സംഘടിപ്പിക്കുന്ന ആദർശ സമ്മേളനത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. വൈകിട്ട് നടക്കുന്ന സമ്മേളനം സമസ്ത കേന്ദ്ര മുഷാവറ അംഗം AP അബ്ദുള്ള മുസ്ലിയാർ മാണിക്കോത്ത് ഉദ്ഘാടനം ചെയ്യും. സംഘാടക സമിതി ചെയർമാൻ VC അബ്ദുള്ള സഅദി അധ്യക്ഷത വഹിക്കും. സമസ്ത കേന്ദ്ര മുഷാവറ സെക്രട്ടറി പേരോട് അബ്ദുറഹ്മാൻ സഖാഫി മുഖ്യപ്രഭാഷണം നടത്തും. കേന്ദ്ര മുഷാവറ അംഗം മുഹമ്മദ് അലി സഖാഫി തൃക്കരിപ്പൂർ, കേരളം മുസ്ലിം ജമാഅത്ത് സംസ്ഥാന ഉപാധ്യക്ഷൻ BS അബ്ദുള്ള കുഞ്ഞി ഫൈസി, ജില്ലാ സെക്രട്ടറി പള്ളങ്കോട് അബ്ദുൽ ഖാദിർ മദനി, SMA സംസ്ഥാന ഉപാധ്യക്ഷൻ മുഹമ്മദ് കുഞ്ഞി സഖാഫി കൊല്ലം, ഉവൈസ് അദനി വെട്ടുപാറ, ആദർ സമ്മേളന സംസ്ഥാന കോർഡിനേറ്റർ മുഹമ്മദ് പറവൂർ, സോൺ പ്രസിഡന്റ് അബ്ദുൽ ഹമീദ് മൗലവി, സെക്രട്ടറി അബ്ദുസത്താർ പഴയകടപ്പുറം, SMA ജില്ലാ ജനറൽ സെക്രട്ടറി ബഷീർ മങ്കയം, മദനിയം അബ്ദുൽ ലത്തീഫ് സഖാഫി, അബ്ദുൽ ഖാദിർ സഖാഫി അൽമദീന, അബ്ദുൽ ഖാദിർ സഖാഫി ആറങ്ങാടി, മടിക്കൈ അബ്ദുല്ല ഹാജി, അബ്ദുള്ള മൗലവി ക്ലായ്ക്കോട, അബ്ദുറഹ്മാൻ ഇർഫാനി, K അബ്ദുൽ ഖാദിർ ഹാജി അഴിത്തല തുടങ്ങിയവർ സംസാരിക്കും. VC അബ്ദുല്ല അസഹദി ബഷീർ മങ്കയം, ഹമീദ് മൗലവി കൊളവയൽ, അബ്ദുസത്താർ പഴയകടപ്പുറം, K അബ്ദുൽ ഖാദിർ ഹാജി അഴിത്തല, സുബൈർ കാരയിൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. വഖഫ് ഭേദഗതി നിയമത്തിനെതിരെ മംഗളൂരുവിൽ മഹാപ്രതിഷേധ സംഗമം. കർണാടക ഉലമ കോർഡിനേഷന്റെ നേതൃത്വത്തിൽ മംഗളൂരുവിലെ അഡ്യാർ, കണ്ണൂരിലെ ഷാഗാർഡൻ മൈതാനിയിൽ സംഘടിപ്പിച്ച പ്രതിഷേധ സംഗമത്തിൽ തീരദേശ കർണാടകയിൽ നിന്നുള്ള ലക്ഷക്കണക്കിന് പേർ പങ്കെടുത്തു. വഖഫ് ഭേദഗതി നിയമത്തിനെതിരെ കർണാടക ഉലമ കോർഡിനേഷന്റെ നേതൃത്വത്തിൽ മംഗളൂരു അഡ്യാർ കണ്ണൂരിലെ ഷാഗാർഡൻ മൈതാനിയിൽ സംഘടിപ്പിച്ച പ്രതിഷേധ സംഗമം ജനസാഗരം തീർത്തു. കൊടും ചൂടിനെ അവഗണിച്ച് ഉച്ചയ്ക്ക് 2 മണി മുതൽ തന്നെ അഡ്യാർ കണ്ണൂർ ഭാഗത്തേക്ക് ആയിരക്കണക്കിന് പേരാണ് ഒഴുകിയെത്തിയത്.
UK അബ്ദുൽ അസീസ് ദാരിമി ചൊക്കബെട്ടു, ഡോക്ടർ MSM സൈനി കാമിൽ സക്കാഫി, അബ്ദുൽ ഖാദർ ദാരിമി കുക്കില, കാസിം ദാരിമി കിന്യ, അബൂബക്കർ സിദ്ദിഖ് മോണ്ടുഗോളി, മെഹബൂബ് സക്കാഫി കിന്യ, അഷ്റഫ് കിനാര തുടങ്ങിയ പ്രമുഖ വ്യക്തിത്വങ്ങൾ സംഗമത്തിൽ സംസാരിച്ചു. ವಕ್ಫಿನ ಬಗ್ಗೆ ಅನೇಕ ತಪ್ಪು ಸಂದೇಶಗಳನ್ನು ನೀಡ್ತಾ ಇದ್ದಾರೆ. ರೈತರ ಭೂಮಿಯನ್ನ ಕಬಳಿಸ್ತಾ ಇದೆ ವಕ್ಫು ಅಂತ. ವಕ್ಫಿಗೆ ಒಂದು ಭೂಮಿಯನ್ನ ವಕ್ಫ್ ಮಾಡಕ್ಕೆ ಆಗಲ್ಲ. ವಕ್ಫ್ ಮಾಡಿದ ಭೂಮಿಯನ್ನು ಅದು ರಕ್ಷಣೆ ಮಾಡುವುದೇ ವಿನಃ ಮತ್ತೊಂದು ಭೂಮಿಯನ್ನು ಪಡೆಯಲ್ಲ. ಅಕ್ರಮ ಭೂಮಿಯನ್ನು ಪಡೆಯುವುದು ವಕ್ಫಿಗೆ ಸಾಧ್ಯ ಇಲ್ಲ. ಮಾತ್ರವಲ್ಲ, ವಕ್ಫ್ ಅನ್ಯಾಯದ ಭೂಮಿಯಿಂದ ಒಂದು ಮಸೀದಿ ಕಟ್ಟಲಾಗಲ್ಲ, ಅನ್ಯಾಯದ ಸ್ವತ್ತಿನಿಂದ ಒಂದು ಮದ್ರಸ ಕಟ್ಟಲಾಗಲ್ಲ. ಅದು ಸ್ವೀಕಾರ್ಯವಲ್ಲ ಅನ್ನುವ ಸತ್ಯವನ್ನು ಕೂಡ ಅರಿತುಕೊಳ್ಬೇಕಾಗಿದೆ. പ്രതിഷേധ സംഗമത്തിന്റെ പശ്ചാത്തലത്തിൽ മൈതാന പരിസരങ്ങളിലും പ്രധാന കവലകളിലും വൻ പോലീസ് സുരക്ഷ ഒരുക്കിയിരുന്നു. മംഗളൂരു സിറ്റി പോലീസ് കമ്മീഷണർ അനുപം അഗർവാളിന്റെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ വാഹനത്തിരക്ക് ഒഴിവാക്കുവാൻ ഗതാഗതവും വഴിതിരിച്ചു വിട്ടിരുന്നു. അബ്ദുൽ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. വഖഫ് ഭേദഗതി ബിൽ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് മഞ്ചേശ്വരത്ത് വഖഫ് സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ഏപ്രിൽ 25-ന് സമരം സംഘടിപ്പിക്കും. ഇതിനു മുന്നോടിയായി ഉദ്യാവരം റഫ ഹാളിൽ വഖഫ് സംരക്ഷണ സമിതിയുടെ യോഗം നടന്നു. മുഴുവൻ മതസംഘടനകളുടെയും മതേതര വിശ്വാസികളുടെയും സംയുക്ത സാന്നിധ്യത്തോടെ ഏപ്രിൽ 25-ന് വൈകിട്ട് കുഞ്ചത്തൂരിൽ നിന്ന് ആരംഭിച്ച് ഹൊസങ്കടിയിൽ സമാപിക്കുന്ന വമ്പിച്ച വഖഫ് സംരക്ഷണ മഹാറാലി സംഘടിപ്പിക്കാൻ ഉദ്യാവരം റഫ ഹാളിൽ ചേർന്ന വഖഫ് സംരക്ഷണ സമിതിയുടെ യോഗത്തിൽ തീരുമാനമായി. യോഗത്തിൽ മുസ്ലിം സമുദായത്തിലെ വിവിധ സംഘടനകളുടെ നേതാക്കൾ, മഹല്ല് കമ്മിറ്റി ഭാരവാഹികൾ, രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തകർ എന്നിവർ സംബന്ധിച്ചു. നമുക്ക് നമ്മുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് നമുക്ക് എല്ലാവരും ഒന്നിച്ചിട്ട് രാഷ്ട്രീയമോ ഒരു രാഷ്ട്രീയവും സംഘടന ആവട്ടെ എല്ലാവരും ഒത്തൊരുമിച്ച് ഈ ഒരു നമുക്ക് പ്രതിഷേധ റാലിയിലേക്ക് എല്ലാവരും അവരൊക്കെ കഴിയുന്ന ആളുകളൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് വലിയ ഒരു റാലിയാക്കി മുമ്പോട്ട് പോകണം. വഖഫ് ബിൽ നടപ്പിലാക്കുക വഴി മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ സമൂഹത്തിലെ മതപരമായ അവകാശങ്ങൾ കവർന്നെടുക്കുക എന്ന ദുരുദ്ദേശത്തിൽ കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന നിയമം ഇന്ത്യൻ ഭരണഘടനയുടെ പരസ്യമായ ലംഘനമാണ് എന്നും ഭരണഘടനയ്ക്കെതിരായുള്ള സർക്കാരിന്റെ നീക്കങ്ങൾക്കെതിരെ ശക്തമായ പ്രതിരോധം തീർക്കാൻ മുഴുവൻ മതേതര വിശ്വാസികളും ഏപ്രിൽ 25-ന് മഞ്ചേശ്വരത്ത് നടക്കുന്ന വഖഫ് സംരക്ഷണ മഹാറാലിയിൽ അണിനിരക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു. അബ്ദുറഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. കാസർഗോഡ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ആർട്ടിസ്ട്രി ഷോയ്ക്ക് തുടക്കമായി. പ്രശസ്ത ചലച്ചിത്ര നടി ചിത്ര നായർ ഉദ്ഘാടനം ചെയ്തു. ആർട്ടിസ്ട്രി ഷോയുടെ ഭാഗമായി ആഭരണങ്ങളുടെ വൈവിധ്യമാർന്ന കളക്ഷനുകളുടെ വിപുലമായ ശേഖരമാണ് ഷോറൂമിൽ ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നത്. വൈവിധ്യമാർന്ന ആഭരണങ്ങളുടെ പ്രദർശനവും വിൽപ്പനയുമായ ആർട്ടിസ്ട്രി ഷോയ്ക്ക് കാസർഗോഡ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ തുടക്കമായി. പ്രശസ്ത ചലച്ചിത്ര നടി ചിത്ര നായർ ആർട്ടിസ്ട്രി ഷോ ഉദ്ഘാടനം ചെയ്തു. ആർട്ടിസ്ട്രി ഷോയുടെ പ്രൊഡക്റ്റ് അൺവീലിംഗ് ആണ് നമ്മൾ എല്ലാവരും കാത്തിരുന്ന് കാണാൻ വേണ്ടി പോകുന്നത്. നല്ലൊരു ഗൈഡ് നൽകാം. പ്രൊഡക്റ്റ് അൺവീലിംഗ് വെരി ബ്യൂട്ടിഫുൾ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ആർട്ടിസ്ട്രി ഷോയുടെ പ്രൊഡക്റ്റ് അൺവീലിംഗ് ആണ് നിങ്ങളിപ്പോൾ. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സും മഴവിൽ മനോരമ മെയ്ഡ് ഫോർ ഈച്ച് അതർ 2 കോൺടെസ്റ്റ് വിന്നേഴ്സുമായ ജാബിർ ആൻഡ് ഷൈമ ദമ്പതികൾ ചടങ്ങിൽ മുഖ്യാതിഥികളായിരുന്നു. മലബാർ ഗോൾഡിന്റെ പറയുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ഒരു ഹാപ്പി മൊമെന്റ് പറയാനുണ്ട്. അതായത് ഞാൻ മെഹർ കൊടുത്തത്, അതായത് ഷൈമാനെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് മെഹർ കൊടുത്തത് മലബാർ ഗോൾഡിൽ നിന്നായിരുന്നു. ഞാൻ ആ പൊന്നെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ ഷൈമാന്റെ ഉമ്മ ബാപ്പ ഓൾക്ക് കല്യാണത്തിനിട്ടത് മലബാർ ഗോൾഡിൽ തന്നെ പൊന്നു തന്നെയാണ്. അതുകൊണ്ടൊക്കെ ഭയങ്കര ഒരു താങ്ക്സ്. എന്താ പറയുക, ഒരു മെമ്മറീസ് ഉണ്ട് ഒരുപാട് ഈ മലബാർ ഗോൾഡായിട്ട്. പിന്നെ ഇവിടുത്തെ സർവീസ് ആണെന്നുണ്ടെങ്കിലും പ്രൊഡക്റ്റ് ക്വാളിറ്റി ആണെന്നുണ്ടെങ്കിലും എല്ലാത്തിനും. പിന്നെ അതേപോലെ വേറൊരു വശമുണ്ട്. അതായത് മലബാർ ഗോൾഡിലത്തെ പൊന്ന് വിൽക്കാൻ പോകുമ്പോണ്ടല്ലോ എല്ലാവർക്കും ഭയങ്കര ധൈര്യമാണ് വാങ്ങാൻ. എന്തെങ്കിലും ഒറിജിനൽ ആയിരിക്കും, അത്ര ക്വാളിറ്റി ആയിരിക്കും എന്നുള്ളൊരു സാധനം കൂടിയുണ്ട് മലബാർ ഗോൾഡിന്. ആ ഒരു അഡ്രസ് ഉണ്ട്. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് അഹമ്മദ് ഷെരീഫ്, വീണ അരുൺ ഷെട്ടി, സുചിത്ര പിള്ള, രമണി ഗിരീഷ്, ശ്വേത വിൽസെന്റ് എന്നിവർ ആദ്യ വിൽപ്പന നിർവഹിച്ചു. സോണൽ ഹെഡ് ജാസിർ തണ്ടോറ, ഷോറൂം ഹെഡ് വിപിൻ ഗംഗാധരൻ, ഡെപ്യൂട്ടി ഷോറൂം ഹെഡ് ചന്ദ്രശേഖരൻ, കാഞ്ഞങ്ങാട് ഷോറൂം ഹെഡ് ഷാജി കെ എന്നിവരും മാനേജ്മെന്റ് ടീം അംഗങ്ങളും പങ്കെടുത്തു. ആർട്ടിസ്ട്രി ഷോയിലെ ഓരോ ആഭരണവും കാൽപ്പനികതയുടെയും കരവിരുതിൻ്റെയും കയ്യൊപ്പു ചാർത്തുന്നവയാണ്. ഇന്ത്യയിലെ വിദഗ്ധരായ പാരമ്പര്യ കലാകാരന്മാരുടെ പരിശ്രമ ഫലമാണ് ആർട്ടിസ്ട്രിയിൽ പ്രദർശിപ്പിച്ചിരിക്കുന്ന ഓരോ ആഭരണവും.
നൂറ്റാണ്ടുകളായി പല രാജകുടുംബങ്ങൾ പൈതൃക സ്വത്തായി കൈമാറി വരുന്നതും പൗരാണിക കാലത്ത് ഉപയോഗത്തിലുണ്ടായിരുന്നതുമായ അമൂല്യമായ ആഭരണങ്ങളുടെ സാന്നിധ്യം ഈ പ്രദർശനത്തെ വേറിട്ട് നിർത്തുന്നു. പരമ്പരാഗത ശില്പചാരുതിയിൽ നിർമ്മിച്ചതും സമകാലിക മാതൃകയിൽ രൂപകൽപ്പന ചെയ്തതുമായ ആഭരണങ്ങളുടെ വലിയ ശേഖരമാണ് ആർട്ടിസ്ട്രിയിൽ ഒരുക്കിയിരിക്കുന്നത്. സ്വർണ്ണാഭരണ പണിക്കൂലിയിലും ഡയമണ്ട് വാല്യൂവിലും 25% വരെ കിഴിവും ജം സ്റ്റോൺ, അൺകട്ട് ഡയമണ്ട് തുടങ്ങിയവയ്ക്ക് പണിക്കൂലിയിൽ ഫ്ലാറ്റ് 25% ഡിസ്കൗണ്ടും മലബാർ വാഗ്ദാനം ചെയ്യുന്നു. അഡ്വാൻസ് ബുക്കിങ്ങിലൂടെ വർദ്ധിച്ചുവരുന്ന സ്വർണ്ണ വിലയിൽ നിന്നും രക്ഷ നേടാം. അഡ്വാൻസ് ബുക്കിങ്ങിലൂടെ വിലയുടെ 3% നൽകി ബുക്ക് ചെയ്യുന്നതിലൂടെ ബുക്ക് ചെയ്യുന്ന ദിവസത്തെ വിലയോ ആഭരണം വാങ്ങുന്ന ദിവസത്തെ വിലയോ ഏതാണോ കുറവ് ആ വിലയ്ക്ക് ആഭരണങ്ങൾ സ്വന്തമാക്കാം. ആഭരണങ്ങളിൽ നിക്ഷേപം നടത്തുന്നവർക്ക് ഇത് ഒരു സുവർണാവസരമാണ്. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ സബ് ബ്രാൻഡുകളായ മൈൻ ഡയമണ്ട് ജ്വല്ലറി കളക്ഷൻ, ഇറ അൺകട്ട് ഡയമണ്ട് ജ്വല്ലറി കളക്ഷൻ, ഡിവൈൻ ഇന്ത്യൻ ഹെറിറ്റേജ് ജ്വല്ലറി കളക്ഷൻ, എത്തിനിക്സ് ഹാൻഡ് ക്രാഫ്റ്റഡ് ജ്വല്ലറി കളക്ഷൻ, പ്രഷ്യസ് ജം ജ്വല്ലറി കളക്ഷൻ, കാഷ്വൽ ജ്വല്ലറി, സ്റ്റെർലറ്റ് കിഡ്സ് ജ്വല്ലറി കളക്ഷൻ എന്നിവയിലെ പ്രത്യേകം തിരഞ്ഞെടുത്ത ശ്രേണി ആർട്ടിസ്ട്രിയുടെ പ്രത്യേകതയാണ്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പ്രകൃതി സൗഹൃദമായ അന്തരീക്ഷത്തിലേക്ക് നാടിനെ തിരിച്ചെത്തിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി എനർജി മാനേജ്മെന്റ് സെന്റർ നേതൃത്വത്തിൽ കുളിർമ ബോധവൽക്കരണ പരിപാടി തൃക്കരിപ്പൂർ നിയോജക മണ്ഡലത്തിൽ സംഘടിപ്പിച്ചു. ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് EMS ഹാളിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CV പ്രമീള ഉദ്ഘാടനം ചെയ്തു. പരിസ്ഥിതി മലിനീകരണം കുറച്ചുകൊണ്ടുവന്ന് പ്രകൃതി സൗഹൃദമായ അന്തരീക്ഷത്തിലേക്ക് നാടിനെ തിരിച്ചെത്തിക്കുവാനുള്ള നീക്കങ്ങളുടെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. കുളിർമ EMC കേരള, കാൻഫെഡ് സോഷ്യൽ ഫോറം എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ നടന്ന ബോധവൽക്കരണം സംസ്ഥാനത്തെ വിവിധ അസംബ്ലി നിയോജക മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചാണ് നടന്നുവരുന്നത്. തൃക്കരിപ്പൂർ നിയോജക മണ്ഡലം തല പരിപാടി ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CV പ്രമീള ഉദ്ഘാടനം ചെയ്തു. തരത്തിലേക്ക് മഴക്കുഴി പോലെ കാണുന്നതാണ് നമ്മുടെ ചെറുപുഴയിലെ തോടുകൾ. ആ തോടുകളൊക്കെ പോയി മണ്ണിട്ട് നികത്തി അതിൽ തൈകൾ വെക്കാൻ തുടങ്ങി, തെങ്ങ് വെക്കാൻ തുടങ്ങി, മറ്റുള്ള മാറി കെട്ടിടങ്ങൾ വെക്കാൻ തുടങ്ങി. ഈ മഴക്കുഴി ഇപ്പോൾ നമ്മുടെ നാട്ടിലില്ല, മരങ്ങളില്ല. നമ്മളിപ്പോൾ പല ആവശ്യത്തിൽ മരങ്ങൾ മുറിച്ച് കഴിഞ്ഞ് ചിലപ്പോൾ നമ്മൾ ജൂൺ 5 മരം നടുവായിരിക്കും. അടുത്ത ജൂൺ 5 മരം ഉണ്ടോയെന്ന് വെച്ചാൽ മരം ഇടയിൽ കാണാനുണ്ടാവില്ല. അങ്ങനെ ഒരു നാട് മാറിക്കൊണ്ടിരിക്കുകയാണ്. കാൻഫെഡ് സോഷ്യൽ ഫോറം ചെയർമാൻ കൂക്കാനം റഹ്മാൻ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PV രാഘവൻ, P പത്മിനി, രാജൻ കൊടക്കാട്, N സുകുമാരൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. തൃക്കരിപ്പൂർ കൊയോങ്കര കൂവാരത്ത് അയ്യംവളപ്പ് ഭഗവതി ക്ഷേത്രം കളിയാട്ട മഹോത്സവത്തോടനുബന്ധിച്ച് സാംസ്കാരിക സമ്മേളനം നടത്തി. രാജ്മോഹൻ ഉണ്ണിത്താൻ MP സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കൊയോങ്കര കൂവാരത്ത് അയ്യംവളപ്പ് ഭഗവതി ക്ഷേത്ര കളിയാട്ട മഹോത്സവ ഭാഗമായി തയ്യാറാക്കിയ സുവനീർ ചടങ്ങിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ MP പ്രകാശനം ചെയ്തു. തറവാട് കാരണവർ K കുഞ്ഞിരാമൻ ഏറ്റുവാങ്ങി. സംഘാടക സമിതി ചെയർമാൻ P ശശിധരൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. ഏറ്റുകുടുക്ക അവധൂതാശ്രമം സ്വാമി സാധു വേണുസ്വാമി മുഖ്യപ്രഭാഷണം നടത്തി. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK ബാവ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു. ചടങ്ങിൽ സുവനീർ കവർ ചിത്രം തയ്യാറാക്കിയ ആർട്ടിസ്റ്റ് രവീന്ദ്രൻ തൃക്കരിപ്പൂർ, എഡിറ്റർ ചന്ദ്രൻ മുട്ടത്തെ എന്നിവരെ ആദരിച്ചു. തിരുവാതിര പരിശീലിപ്പിച്ച കൃഷ്ണപ്രിയ വൈശാഖ്, നാടൻപാട്ട് പരിശീലക രജിമ വടക്കേ വളപ്പ് എന്നിവർക്ക് ഉപഹാരവും നൽകി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് EM ആനന്ദവല്ലി, ജനറൽ കൺവീനർ K ശശി, സുവനീർ കൺവീനർ K രാജൻ, സംഘാടക സമിതി രക്ഷാധികാരികളായ K കുഞ്ഞമ്പു നായർ, K കുഞ്ഞിരാമൻ, K ഗോവിന്ദൻ നായർ, R പ്രദീപ് കുമാർ, TT പവിത്രൻ, T ജയചന്ദ്രൻ മാസ്റ്റർ, രാജൻ കഞ്ചിയിൽ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. മധൂർ ശ്രീ മദനന്തേശ്വര സിദ്ധിവിനായക ക്ഷേത്ര വാർഷിക മഹോത്സവ സമാപനത്തോടനുബന്ധിച്ച് ഫ്യൂഷൻ തിരുവാതിര സംഘടിപ്പിച്ചു. മനോഹരമായ ചുവടുകളും താളവും കൊണ്ട് വിസ്മയ കാഴ്ചയൊരുക്കിയ തിരുവാതിര കാണുവാൻ നിരവധി പേരാണ് എത്തിയത്. മധൂർ ശ്രീ മദനന്തേശ്വര സിദ്ധിവിനായക ക്ഷേത്ര വാർഷികോത്സവത്തിന് ഭക്തിസാന്ദ്രമായ സമാപനം. ഉത്സവ സമാപനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ഫ്യൂഷൻ തിരുവാതിര കാഴ്ചയുടെ വിരുന്നൊരുക്കി. മന്നിപ്പാടി ആലങ്കോട് ശ്രീ ധൂമാവതി നൃത്ത ടീമാണ് തിരുവാതിര അവതരിപ്പിച്ചത്.
ഓമന രവി, പൂർണിമ രാജേഷ്, അനുശ്രീ, ഷീബ സതീഷ്, ലതാ വസന്ത്, വിനീത റാവു, അശ്വിനി ശരത്ത്, ചൈത്ര രവി, മൃദുല രാഘവൻ, ധന്യശ്രീ, രമ്യ, അമിത ശരത്ത്, സൗമ്യ സുനീഷ്, പ്രശാന്തി ദേവദാസ് തുടങ്ങിയവർ തിരുവാതിരയ്ക്ക് ചുവടുകൾ വെച്ചു. ഉദയകുമാർ മന്നിപ്പാടി, നാരായണ ബോവിക്കാന, വസന്ത കാന്തിക്കര എന്നിവർ തിരുവാതിരയ്ക്കുള്ള സഹകരണം നൽകി. ക്ഷേത്ര കമ്മിറ്റി അംഗങ്ങൾ തിരുവാതിര അവതരിപ്പിച്ചവരെ മെമൻറ്റോ നൽകി അനുമോദിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മുന്നാട് ലാസ്യ സ്കൂൾ ഓഫ് ആർട്സ് 1ാം വാർഷികാഘോഷം വിപുലമായ പരിപാടികളോടെ സംഘടിപ്പിച്ചു. പരിപാടിയുടെ ഭാഗമായി നടന്ന കാടാങ്കോട് മാക്കം നൃത്താവിഷ്കാരം ശ്രദ്ധേയമായി. വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച പ്രതിഭകളെ ചടങ്ങിൽ ആദരിച്ചു. മുന്നാട് അഴീക്കോടൻ ഗ്രന്ഥാലയത്തിന്റെ കീഴിൽ ആരംഭിച്ച ലാസ്യ സ്കൂൾ ഓഫ് ആർട്സ് 1ാം വാർഷികാഘോഷം മുദ്ര ലാസ്യ ഫെസ്റ്റ് 2025 എന്ന പേരിൽ വിപുലമായ പരിപാടികളോടെ സംഘടിപ്പിച്ചു. CPM ജില്ലാ സെക്രട്ടറി M രാജഗോപാലൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. മുൻ ബേഡെടുക്ക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് C രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. പരിപാടിയുടെ ഭാഗമായി നടന്ന കാടാങ്കോട് മാക്കം നൃത്താവിഷ്കാരം ശ്രദ്ധേയമായി. നൃത്തം അഭ്യസിപ്പിച്ച രാമചന്ദ്രൻ വേലാശ്വരം, യുവകവി ജയചന്ദ്രൻ പെരിങ്ങാനം, PhD നേടിയ ഡോക്ടർ KR അജിത് കുമാർ, BAMS നേടിയ ഡോക്ടർ ശരണ്യ A നാരായണൻ, അബാക്കസ് ദേശീയ മത്സരത്തിലേക്ക് യോഗ്യത നേടിയ ശ്രീയ സതീഷ്, അൻവിത് എന്നിവരെ പരിപാടിയിൽ ആദരിച്ചു. 2 ദിവസങ്ങളിലായി നടക്കുന്ന വാർഷികാഘോഷത്തിൽ പങ്കെടുക്കുവാൻ നിരവധി പേരാണ് എത്തിയത്. ശ്രീനന്ദ തിയേറ്റേഴ്സ് അവതരിപ്പിക്കുന്ന യാനം സാമൂഹ്യ നാടകവും വാർഷികാഘോഷ ഭാഗമായി അരങ്ങിലെത്തും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മയക്കുമരുന്ന് ഉപയോഗത്തിനെതിരെ ബോധവൽക്കരണ പരിപാടിയുമായി കാസർഗോഡ് ജില്ലാ പ്രവാസി അസോസിയേഷൻ ഖത്തർ. വേൾഡ് മലയാളി കൗൺസിൽ ഖത്തറിന്റെ സഹകരണത്തോടെ 26-ന് ബോവിക്കാനം ശ്രീപുരി ഓഡിറ്റോറിയത്തിലാണ് പ്രത്യേക ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിക്കുക. ഇതോടൊപ്പം സൗജന്യ നേത്ര പരിശോധനയും നടക്കും. മയക്കുമരുന്ന് ഉപയോഗം സമൂഹത്തെ തന്നെ ദോഷകരമായി ബാധിക്കുന്ന സാഹചര്യത്തിലാണ് ഇതിനെതിരെ വേൾഡ് മലയാളി കൗൺസിൽ ഖത്തറിന്റെ സഹകരണത്തോടെ കാസർഗോഡ് ജില്ലാ പ്രവാസി അസോസിയേഷൻ ഖത്തർ പ്രത്യേക ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിക്കുന്നത്. പരിപാടിയിൽ മുഖ്യാതിഥിയായി പ്രശസ്ത അന്തർദേശീയ മൈൻഡ് ട്രെയിനറും മോട്ടിവേഷൻ സ്പീക്കറും പോലീസ് ഉദ്യോഗസ്ഥനുമായ ഫിലിപ്പ് മമ്പാട് സംസാരിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ബോധവൽക്കരണവും ഐക്യവും നന്മയുള്ള ജീവിതശൈലിയും ആഘോഷിക്കുന്ന സാംസ്കാരിക പരിപാടികളും പ്രസാദ് നേത്രാലയ സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റൽ കാസർഗോഡിന്റെ നേതൃത്വത്തിൽ സൗജന്യ നേത്ര പരിശോധനയും ഇതിന്റെ ഭാഗമായി നടക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. രൂക്ഷമായി ബാധിച്ചുകൊണ്ടിരിക്കുന്ന നിയമവിരുദ്ധമായ ലഹരിക്കെതിരെയുള്ള ഈ ഒരു സമരത്തിൽ എല്ലാവരും പങ്കാളികളാക്കുക, അതേപോലെ തന്നെ അതിനെക്കുറിച്ചുള്ള ബോധവൽക്കരണം നടത്തുന്നതിന് വേണ്ടി മുഖ്യ അതിഥിയായി പ്രശസ്ത അന്തർദേശീയ മൈൻഡ് ട്രെയിനറും പ്രാസംഗികനും സർവോപരി പോലീസ് ഉദ്യോഗസ്ഥനുമായ ശ്രീ ഫിലിപ്പ് മമ്പാട്, അദ്ദേഹമാണ് ഈ ഒരു പരിപാടിയുടെ മുഖ്യ പ്രാസംഗികനായി നമ്മൾക്ക് ഒരു വിവരണം നൽകാൻ നമ്മുടെ അടുത്തേക്ക് എത്തിച്ചേരുന്നത്. കാഡക്സ ഖത്തർ ആൻഡ് WMC ഖത്തർ പ്രസിഡന്റ് ഹരികുമാർ, പ്രതിനിധികളായ ഗോപിനാഥ് കൈന്താർ, സക്കരിയ അബ്ദുല്ല എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മക്കൾ ഉപേക്ഷിച്ച വെള്ളച്ചിഭായിയുടെ സംരക്ഷണം കാഞ്ഞങ്ങാടുള്ള അതിജീവനം ചാരിറ്റബിൾ ട്രസ്റ്റ് ഏറ്റെടുത്തു. മക്കൾ ഉപേക്ഷിച്ചതിനെ തുടർന്ന് ജനമൈത്രി പോലീസിന്റെ സാന്നിധ്യത്തിൽ നടത്തിയ ചർച്ചയിലാണ് ഇവരെ അതിജീവനം ചാരിറ്റബിൾ ട്രസ്റ്റിൽ പ്രവേശിപ്പിക്കുവാനുള്ള തീരുമാനമെടുത്തത്. മക്കളുണ്ടായിട്ടും സംരക്ഷിക്കാൻ ആരുമില്ലാതെ ഒറ്റയ്ക്ക് കഴിയേണ്ടി വന്ന പനത്തടി വാഴക്കോലിലെ 90 വയസ്സുകാരിയായ വെള്ളച്ചിബായിയുടെ ദുരിത ജീവിതം നേരിട്ട് പോയി മനസ്സിലാക്കിയ പനത്തടിയിലെ സാമൂഹ്യ പ്രവർത്തകൻ ഷിപ്പു പാണത്തൂർ ഇവരുടെ കാര്യം ഹോസ്ദുർഗ് താലൂക്ക് ലീഗൽ സർവീസ് അതോറിറ്റി, രാജപുരം ജനമൈത്രി പോലീസ്, പട്ടികവർഗ വികസന വകുപ്പ് എന്നിവരുടെ ശ്രദ്ധയിൽ പെടുത്തിയിരുന്നു. തുടർന്നാണ് വാർഡ് മെമ്പർ സജിനിമോൾ, ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസർ സലീം,
താലൂക്ക് ലീഗൽ സർവീസ് അതോറിറ്റി പാരാലീഗൽ വളണ്ടിയർ മഹേശ്വരി, രാജപുരം ജനമൈത്രി പോലീസ്, സാമൂഹ്യ പ്രവർത്തകൻ ഷിബു പാണത്തൂർ, ട്രൈബൽ പ്രൊമോട്ടർ ജയശ്രീ എന്നിവരുടെ നേതൃത്വത്തിൽ വെള്ളച്ചിയെ പൂടംകല്ലിലെ താലൂക്ക് ആശുപത്രിയിലെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം കാഞ്ഞങ്ങാടുള്ള രതീഷ് കുണ്ടംകുഴിയുടെ അതിജീവനം ട്രസ്റ്റിൽ പ്രവേശിപ്പിച്ചത്. കഴിഞ്ഞ ദിവസമാണ് പനത്തടി വാഴക്കോലിലെ വെള്ളച്ചി അമ്മയെ 5 മക്കളാൽ ഉപേക്ഷിക്കപ്പെട്ട് അവിടുത്തെ പഞ്ചായത്ത് മെമ്പർ സജിനി മോളും അതുപോലെ പ്രൊമോട്ടർ ജയശ്രീയും അതുപോലെ പാരാ ലീഗൽ വളണ്ടിയർ മഹേശ്വരിയും ചേർന്നുകൊണ്ട് കൂടങ്കല്ല് ആശുപത്രിയിലെത്തിക്കുകയും അവരെ സംരക്ഷിക്കാൻ ആളില്ലാത്തപ്പോൾ അതിജീവനം ചാരിറ്റബിൾ ട്രസ്റ്റിനോട് ഈ അമ്മയെ സംരക്ഷിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ ആ അമ്മയെ ഇരുകൈയും നീട്ടി സ്വീകരിക്കുകയായിരുന്നു. 5 മക്കളുണ്ടായിട്ടും അവരെ സംരക്ഷിക്കാൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ എത്രമാത്രം ക്രൂരമായിട്ടാണ് മക്കൾ ഇതുപോലെ അമ്മമാരെ തെരുവിൽ ഉപേക്ഷിക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കുകയല്ല നമ്മൾ ചെയ്യുന്നത്. പക്ഷേ ആ അമ്മയെ ഏറ്റെടുക്കാൻ ആരുമില്ലാത്ത സമയത്ത് അതിജീവനം ചാരിറ്റബിൾ ട്രസ്റ്റ് മുൻകൈ എടുത്തുകൊണ്ട് അവർക്ക് സംരക്ഷണം ഒരുക്കി കൊടുക്കുകയാണ്. ഇവരുടെ 5 മക്കളെയും രാജപുരം പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി ജനമൈത്രി പോലീസിന്റെ സാന്നിധ്യത്തിൽ ചർച്ച നടത്തിയെങ്കിലും മക്കളാരും ഇവരെ ഏറ്റെടുക്കാൻ തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് കാഞ്ഞങ്ങാട് പുതിയ കണ്ടത്ത് പ്രവർത്തിക്കുന്ന അതിജീവനം ചാരിറ്റബിൾ ട്രസ്റ്റിൽ ഇവരെ പ്രവേശിപ്പിക്കുവാനുള്ള തീരുമാനമെടുത്തത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർഗോഡ് ജില്ലയുടെ പുതിയ പോലീസ് മേധാവി വിജയഭാരത് റെഡ്ഡി. മാറ്റം തിരുവനന്തപുരം സിറ്റി ഡെപ്യൂട്ടി കമ്മീഷണറായി സേവനമനുഷ്ഠിക്കുന്നതിനിടെ. സീതാംകുളി സർക്കാർ ഉന്നതിയിലെ വീടുകളിൽ താമസം മറുനാടൻ തൊഴിലാളികൾ. വീടുകൾ വാടകയ്ക്ക് നൽകി ഉടമസ്ഥർ മാറിയത് പരിസര പ്രദേശങ്ങളിലെ ക്വാർട്ടേഴ്സുകളിലേക്ക്. കാസർഗോഡ് കണ്ണൻ പാട്ടാളിയുടെ സ്മാരക മന്ദിരം ഉദ്ഘാടനം ചെയ്തു. ഭാവഭാരതി പുരസ്കാരവും സമർപ്പിച്ചു. വഖഫ് ഭേദഗതി ബില്ല് പിൻവലിക്കണമെന്നാവശ്യം. മഞ്ചേശ്വരത്ത് വഖഫ് സംരക്ഷണ സമിതി 25-ന് സമരം സംഘടിപ്പിക്കും. മധൂർ ശ്രീ മദനന്തേശ്വര സിദ്ധിവിനായക ക്ഷേത്ര വാർഷിക മഹോത്സവത്തിന് സമാപനം. ഫ്യൂഷൻ തിരുവാതിര ശ്രദ്ധേയമായി. മയക്കുമരുന്ന് ഉപയോഗത്തിനെതിരെ ബോധവൽക്കരണവുമായി കാസർഗോഡ് ജില്ലാ പ്രവാസി അസോസിയേഷൻ ഖത്തർ. 26-ന് ബോവിക്കാനത്താണ് പ്രത്യേക ബോധവൽക്കരണ പരിപാടി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.